സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറയുന്നത് മറ്റൊരു വിപ്ലവമാണ്, പാറ്റ വിപ്ലവം. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ യുവാക്കൾക്കെതിരായ പരാമർശത്തിൽ പ്രതിഷേധിച്ചു തുടങ്ങിയ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഇൻസ്റ്റാ ഹാൻഡിലെ ഫോളോവേഴ്സിന്റെ എണ്ണം ഇപ്പോൾ 20.9 മില്യൺ ആണ്. നിങ്ങൾക്കൊരു സത്യം അറിയോ? ഞാൻ ഒരു വലിയ സംഭവം സത്യം. ഇത് BJPയെ വിമർശിക്കുന്നു എന്നതുകൊണ്ട് ഇതിനൊപ്പം നിൽക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ സിസ്റ്റത്തെ വിമർശിക്കുന്നു എന്നതുകൊണ്ട് ഈ വലിയ മൂവ്മെന്റിനൊപ്പം നിൽക്കുകയും അവർക്ക് വേണ്ടി അവരോട് യോജിച്ച അഭിപ്രായം പറയുന്നവരുമുണ്ട്. പക്ഷേ ഇത് പ്രതിപക്ഷത്തിനും കൂടി എതിരായ വിമർശനമാണെന്ന് മനസ്സിലാക്കുന്നില്ലേ? അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. തീർച്ചയായിട്ടും ഈ വരുന്ന തലമുറ പലപ്പോഴും നമ്മളൊക്കെ അവർ രാഷ്ട്രീയവാദികളാണ്, TV ചർച്ചകൾ കാണാത്തവരാണ്, അതല്ലെങ്കിൽ ഇന്നത്തെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് അപഗ്രഥിക്കാത്തവരാണെന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്, വിചാരിക്കാറുണ്ട്. സ്വാഭാവികം. പക്ഷെ നമ്മളെക്കാൾ വളരെ കൂടുതൽ കൃത്യമായിട്ട് രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുകയും നോക്കിക്കാണുകയും അത് സംബന്ധിച്ച് അഭിപ്രായ രൂപീകരണം നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അവർക്കുള്ളിൽ അവരുടെ പ്രതിഷേധം, നിലവിലുള്ള സിസ്റ്റത്തോടുള്ള അവരുടെ പ്രതിഷേധം അതൊരു കനലായി അവരുടെ ഉള്ളിൽ ഇങ്ങനെ ആളിക്കത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ തിരിച്ചറിയുന്നത്. ഭയങ്കരം തന്നെ. നിലവിലെ സിസ്റ്റത്തിനെതിരെ, ഗവൺമെന്റിനെതിരെ പ്രതികരിക്കാനുള്ള ഒരു ഭയം ചെറുപ്പക്കാർക്കിടയിൽ ഉണ്ടായിരുന്നു, കുട്ടികൾക്കിടയിൽ ഉണ്ടായിരുന്നു. ആ ഭയം ആണ് വാസ്തവത്തിൽ ഇത്രയും കാലം പ്രതികരിക്കാൻ കഴിയാതെ പോയതിന് പുറകിൽ എന്നാണ് അവർ പറഞ്ഞത്. അത് സത്യമല്ലേ? ഒരു ഭയത്തിന്റെ അന്തരീക്ഷം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. പ്രതികരിക്കുന്നവരെ, പ്രതിഷേധിക്കുന്നവരെ കള്ളക്കേസിൽ കൊടുക്കുകയും കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയും അവരെ നിരന്തരമായി വേട്ടയാടുകയും. മോനെ രാമദാസ, നിന്റെ അച്ഛൻ നാരായണൻകുട്ടി ചേട്ടൻ ഇത്രയും എടുക്കില്ലേ? അവരെ രാജ്യദ്രോഹികളെന്ന് മുദ്ര കുത്തുകയും അവർക്കെതിരായിട്ട് ഇല്ലാത്ത ആക്ഷേപങ്ങൾ മുഴുവൻ ഉന്നയിക്കുകയും ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള മസിൽ പവറും അധികാരവും ഉപയോഗിച്ചുകൊണ്ട് എതിർശബ്ദങ്ങളെ അടിച്ചില്ലാതാക്കുന്ന ഒരു പ്രവണത നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് തുടരുകയാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഒരു സിസ്റ്റം മുഴുവൻ മാറി. അതായത് പ്രതിഷേധിക്കുന്നവരെ മുഴുവൻ ആക്ഷേപിക്കുന്ന നിലയിലേക്ക് സിസ്റ്റം മുഴുവൻ മാറിയതുകൊണ്ടാണ് ഇപ്പൊ പ്രതിഷേധം കൂടുതൽ ശക്തമായി ഡിജിറ്റൽ പ്രതിഷേധമായിട്ട് മാറിയത്. വളരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഈ നാട്ടിലെ യുവതലമുറ മുഴുവൻ പാറ്റകളെ പോലെയാണ്, അതല്ലെങ്കിൽ പരാന്നഭോജികളാണ് എന്നൊക്കെ വിളിക്കുമ്പോൾ അവർക്കുണ്ടായിട്ടുള്ള ഇൻസൾട്ട് എത്ര വലുതാണ്. ഒരർത്ഥത്തിൽ നീയല്ലേ രാജാവ്, പെരുന്നുണകളുടെ മഹാരാജാവ്. എന്തുമാത്രം വലിയ അപമാനമാണ് ഈ നാട്ടിലെ യുവതലമുറയോട് അവർ ചെയ്തിട്ടുള്ളത്. തീർത്തും ഉത്തരവാദിത്തരഹിതമായി, ഉത്തരവാദിത്ത ബോധമില്ലാതെ ഇത്തരം ആളുകൾ നടത്തുന്ന പ്രസ്താവനകളാണ് സമീപകാലത്ത് മുഴുവൻ ഈ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നിന്നെ പോലത്തെ ഒരു പെരുന്നുണൻ ആരുടെ സത്യം പേരിട്ടത്? അപ്പൊ നിലവിലിരിക്കുന്ന എസ്റ്റാബ്ലിഷ്മെന്റിന് വേണ്ടി ആ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ആളുകളായിട്ട് ചമഞ്ഞുകൊണ്ടിരിക്കുന്ന ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ നടത്തുന്ന തീർത്തും തെറ്റായിട്ടുള്ള, അല്ലെങ്കിൽ തീർത്തും അനഭിലഷണീയമായിട്ടുള്ള ഇത്തരം പ്രസ്താവനകൾ ഈ നാട്ടിലെ കുട്ടികളെ, ചെറുപ്പക്കാരെ വല്ലാതെ പ്രകോപിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് പുറത്തു വന്നുള്ളത്. വിശ്വാസം വരണില്ലല്ലേ? ഈ കഥയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇത് വാസ്തവത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി എത്രയോ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അദ്ദേഹം നാട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അദ്ദേഹം നാട്ടിലെ ചെറുപ്പക്കാരോടും കുട്ടികളോടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ? ഈ നാട്ടിലെ തൊഴിലില്ലായ്മയെക്കുറിച്ച്, കേന്ദ്ര സർക്കാരിന്റെ അസഹിഷ്ണുതയെക്കുറിച്ച്, അഭിപ്രായ സ്വാതന്ത്ര്യമില്ലായ്മയെക്കുറിച്ച്, ഈ നാടിന്റെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ മൂല്യങ്ങളെയും ലംഘിച്ചുകൊണ്ട് ഈ അടിച്ചമർത്തലൂടെ നാട് ഭരിക്കുന്നതിനെ കുറിച്ചൊക്കെ ശ്രീ രാഹുൽ ഗാന്ധി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കല്ലേ? അങ്ങനെയെങ്കിൽ അവിടെ ഒരു പരാജയം ശ്രീ രാഹുൽ ഗാന്ധിക്കും അദ്ദേഹം നയിക്കുന്ന പാർട്ടിക്കും ഏറ്റെടുക്കേണ്ടി വരും, ഒരു പരാജയത്തിന്റെ ഉത്തരവാദിത്വം. കാരണം ആ കുട്ടികൾക്ക് നിങ്ങളെയും വിശ്വാസമില്ല. എന്തുകൊണ്ട് അവരെ വിശ്വാസത്തിലെടുക്കാൻ, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞില്ല എന്നതുകൂടി അതിനോട് ചേർത്ത് പറയൂ. അങ്ങനെയല്ല ശ്രീജ, അങ്ങനെയല്ല. അത് നോക്കൂ, ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള പ്രതിഷേധത്തിന്റെ ആകെ തുക എന്ന് പറയുന്നത്, ഈ പ്രതിഷേധം ഇത് എന്നായാലും പുറത്തു വരേണ്ടതാണ്. ഇതിങ്ങനെ ഈ ആളിക്കത്തുന്ന, ഉള്ളിലിങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അഗ്നിപർവ്വതം പോലെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധം ഒരു നിമിഷത്തിൽ അത് ആളിക്കത്തും, പുറത്തേക്ക് വരുമെന്നുള്ളതിൽ ഒരു സംശയവും. അത് ഏത് മൊമെന്റ് എന്നുള്ളത്, ആ ട്രിഗറിംഗ് മൊമെന്റ് ആണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. അച്ഛൻ എന്നെ കൊണ്ട് വേറെ വർത്താനൊന്നും പറയിപ്പിക്കരുത് കേട്ടാ. അത് സ്വാഭാവികമായിട്ടും ഇന്നത്തെ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾക്കിടയിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തിയതിന് പുറകിൽ, അത് ജനങ്ങൾക്കിടയിൽ സംസാര വിഷയമാക്കിയതിന് പുറകിൽ ശ്രീ രാഹുൽ ഗാന്ധിക്ക് വലിയ പങ്കാളിത്തമുണ്ട്, പങ്കുണ്ട് എന്നത്തെ ഒരു സംശയവും വേണ്ട. അതിന്റെ ട്രിഗറിംഗ് മൊമെന്റ് ആയിട്ട് വന്നത് വലിയ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി നടത്തിയിട്ടുള്ള പരാമർശമാണ്. അത് സ്വാഭാവികമായിട്ട് ഒരു സറ്റയർ മൂവ്മെന്റ് ആയിട്ട് മാറി. അത് വന്നത് ഇങ്ങനെയാണെന്ന് മാത്രം. ഇത് താൻ പോയി വല്ല സ്കൂൾ മാസ്റ്റർമാരോടും പറയാൻ ചിലപ്പോൾ അവർ വിശ്വസിച്ചോളൂ. അത് ഒരിക്കലും
പ്രതിപക്ഷത്തിന്റെ പരാജയമാണെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. കാരണം എനിക്ക് 100% ഉറപ്പുണ്ട് ഒരു വലിയ ആന്റി ഇൻകംബൻസി സർക്കാരിനെതിരായിട്ടുണ്ടെന്നും തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. നിങ്ങൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ ഒന്നും വെച്ച് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിന്റെ മുന്നോട്ട് പോക്കിനെ വിലയിരുത്തേണ്ട. കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഗ്രാഫ് പിന്നിലോട്ടാണെന്ന് നരേന്ദ്രമോദിക്ക് പോലും മനസ്സിലായിട്ടുണ്ട്. അതാണല്ലോ വാരണാസിയിൽ പിന്നിട്ട് നിന്നത്. ഇനി ഒരു 40-50 സീറ്റ് കൂടി താഴെ പോയാൽ ഭരണം നഷ്ടപ്പെടുന്ന സാഹചര്യമായി. നിനക്കും ഞാൻ സുഖമില്ലാത്തോണ്ട് കുഴപ്പമില്ലട്ടാ. ഇവിടെ ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഉന്നയിക്കുന്ന വിഷയങ്ങളും അവർ പറയുന്ന അതിനേക്കുള്ള അവരുടെ നടപടിക്രമങ്ങളും തമ്മിൽ യാതൊരു ബന്ധവും കാണുന്നില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ല, മനസ്സിലാക്കി തരാം. ഇങ്ങനെ ഒരു മൂവ്മെന്റ് തുടങ്ങാനുള്ള കാരണമായി പറഞ്ഞത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ നടത്തിയിട്ടുള്ള യുവാക്കൾക്കെതിരെ നടത്തിയിട്ടുള്ള മോശം പരാമർശം എന്നാണ്. ആ പരാമർശം ചീഫ് ജസ്റ്റിസ് തന്നെ വിശദീകരിച്ചിട്ടുള്ളതാണ്. ഇത് ഫേക്ക് ലോ ഡിഗ്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസിൽ തെറ്റായിട്ടുള്ള രേഖകൾ കൊടുത്തുകൊണ്ട് തെറ്റായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചുകൊണ്ട് ലീഗൽ പ്രൊഫഷനിലേക്ക് ആളുകൾ കടന്നു കയറുന്നതിനെതിരെ നടത്തിയിട്ടുള്ള വിമർശനമാണ്. ഞാനിത് വിശ്വസിക്കില്ല. ഇത്തരത്തിൽ വിദ്യാഭ്യാസം ഇല്ലാത്ത അല്ലെങ്കിൽ ജോലിക്ക് കൊള്ളരുതാത്ത ആളുകൾ അവർ ആക്ടിവിസ്റ്റുകളായിട്ട് മാറുന്നു, ഒരു RTI ആക്ടിവിസ്റ്റുകളായിട്ട് മാറുന്നു, ഒരു കോക്രോച്ചസ് ആയി മാറുന്നു എന്നത് യഥാർത്ഥത്തിൽ അർഹതയില്ലാതെ വ്യാജ ഡിഗ്രികൾ നിർമ്മിച്ചുകൊണ്ട് തൊഴിലിടത്തിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചവരെ പറ്റി പറഞ്ഞതാണ്, യുവാക്കളെ പറ്റി പറഞ്ഞതല്ല എന്ന് ചീഫ് ജസ്റ്റിസ് തന്നെ വിശദീകരിച്ചു. കല്ലടിക്കുന്ന് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഈ നാട്ടുകാരോട് ആജ്ഞാപിക്കുകയാണ്, നിങ്ങളും ഇത് വിശ്വസിക്കരുത്. ഇയാൾ ആജ്ഞാപിച്ചാൽ ഉടനെ അനുസരിക്കാൻ നാട്ടുകാർ തന്റെ കൂലിക്കാരൻ. അങ്ങനെയാണെങ്കിൽ ആ മൂവ്മെന്റ് അവിടെ അവസാനിക്കേണ്ടതാണ്. പക്ഷെ ഇവിടുത്തെ ആവശ്യം ചീഫ് ജസ്റ്റിസ് മാപ്പ് പറയണമെന്നോ ചീഫ് ജസ്റ്റിസിനെ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നോ നല്ലതല്ല. ചീഫ് ജസ്റ്റിസ് നടത്തിയിട്ടുള്ള പരാമർശത്തിന്റെ പേരിൽ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി മുന്നോട്ട് വരുന്നു. അവരൊരു വളരെ പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെയേറെ പ്രചാരം നേടുകയാണ്. നമ്മൾ അവരുടെ വെബ്സൈറ്റിൽ പോകുമ്പോൾ അവർ പറയുന്നത് ഈ പറയുന്ന ഒരു സെറ്റാരിക്കൽ ഒരു മീം ബേസ്ഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആണ്. ഇതിന്റെ ഭാഗമാകണമെങ്കിൽ നിങ്ങൾക്ക് 4 യോഗ്യതകൾ വേണം എന്നാണ് അവർ പറയുന്നത്. എന്താ സംഭവം പറ കേക്കട്ടെ. ആദ്യത്തെ യോഗ്യത നിങ്ങൾക്ക് തൊഴിലില്ലാതിരിക്കണം, നിങ്ങൾ അൺഎംപ്ലോയിഡ് ആയിരിക്കണം. രണ്ടാമത്തെ യോഗ്യത നിങ്ങൾ മടിയനായിരിക്കണം. നിങ്ങൾക്ക് ജോലി ഇല്ലാണ്ടിരുന്നാൽ മാത്രം പോരാ, ജോലി ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സും ഉണ്ടാവരുത്, നിങ്ങൾ മടിയന്മാരായിരിക്കണം. മൂന്നാമത്തെ നിങ്ങൾ ക്രോണിക്കലി ഓൺലൈൻ ആയിരിക്കണം. ഒരു ദിവസം ചുരുങ്ങിയത് 11 മണിക്കൂറെങ്കിലും നിങ്ങൾ ഓൺലൈനിൽ ഇരിക്കുന്ന ആളായിരിക്കണം. ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് ഓൺലൈനിലായിരിക്കണം നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ. അടിപൊളി. ഈ 4 യോഗ്യതകളുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഭാഗമായി മാറാൻ സാധിക്കും. അവരുടെ ആശയം തന്നെ പറയുന്നത് സെക്യുലർ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ആൻഡ് ലേസി എന്നതാണ്. അതായത് മടിയന്മാർക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു പ്രസ്ഥാനം തുടങ്ങുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ തുടങ്ങുന്ന പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ ആദ്യഗതിയിൽ ഇതൊന്നും ആയിരുന്നില്ല. അതൊന്നും എനിക്കറിയാൻ മേല. ഇപ്പോഴാണ് പിന്നീട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, നീറ്റ് പരീക്ഷയുടെ പ്രശ്നം എന്നൊക്കെ പറയുന്നത്. ആദ്യം സ്വന്തം നിലപാടെ ഉറച്ചിക്കാൻ പഠിക്കും. ആദ്യം മുന്നോട്ട് വെച്ചിട്ടുള്ള 5 പോയിന്റ് അജണ്ട എന്തായിരുന്നു? ആദ്യം മുന്നോട്ട് വെച്ചിട്ടുള്ള ഒന്ന് വിരമിക്കുന്ന ചീഫ് ജസ്റ്റിസുമാർ പിന്നീട് രാജ്യസഭയിലെ അംഗങ്ങളാവാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത് പൊതുവായിട്ടുള്ള രാഷ്ട്രീയ സംസ്കാരത്തോടുള്ള വിമർശനം എന്നല്ല എടുക്കേണ്ടത്. നീ ഒന്നും പണയണ്ട. രണ്ടാമത്തത് പറയുന്നത് വനിതകൾക്ക് 50% സംവരണം വേണം, ക്യാബിനറ്റിലും വേണം, പാർലമെന്റിലും വേണം എന്നുള്ളതാണ്. ആരാണ് അതിനെ അനുവദിക്കാത്തത്? BJPയുടെ നേതൃത്വത്തിൽ വനിതകൾക്ക് 33% സംവരണം കൊണ്ടുവരാൻ വേണ്ടി നിയമ ഭേദഗതി കൊണ്ടുവന്നപ്പോൾ അതിനെ ഒറ്റക്കെട്ടായിട്ട് എതിർത്ത് തോൽപ്പിച്ചിട്ടുള്ളത് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും കൂടി ചേർന്നിട്ടാണ്. അങ്ങനെ BJP മുന്നോട്ട് വെക്കുകയും ഇവരെ എതിർക്കുകയും ചെയ്തിട്ടുള്ള ഒരു ആവശ്യം ഇവർ വീണ്ടും ഉന്നയിക്കുന്ന സമയത്ത് അത് BJPക്കെതിരായിട്ടുള്ള ഒരു മുദ്രാവാക്യമാവുന്നത് എങ്ങനെയാണ്? സന്തോഷമായല്ലോ.